ആയി കൂട്ടുകാരെ, ഇന്നത്തെ ഇത് പാചകമൊന്നുമല്ല, ഞങ്ങളൊരു അടുപ്പുണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. ഇതിപ്പോൾ ഞങ്ങളെ 4 തൂണ് നാട്ടിക്കുകയാണ്, 4 കാല്. അതിൻ്റെ മുകളിൽ ഒരു തകരത്തിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ തകരത്തിൻ്റെ മേലെ സൈഡുകളിൽ എന്താ, പിന്നെ അതിൻ്റെ നടുക്കും ഒരു തൂണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നടുക്കല്ല, 2 സൈഡും വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറുകെ ഒരു കമ്പി ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഈ സീറ്റ് ഇട്ടിക്കണത്. സീറ്റ് ഇട്ടിട്ട് ഇതേപോലത്തെ കല്ലുകൾ ഇങ്ങനെ സൈഡുകളിൽ ഇങ്ങനെ മണ്ണിഞ്ഞിട്ട് വരാതിരിക്കാൻ 4 വശത്തും കൊടുത്തിട്ട് മണ്ണിട്ടിട്ട് നല്ലപോലെ ചളിയാക്കിയിട്ട് നമുക്ക് ഈ അടുപ്പുണ്ടാക്കി ഇങ്ങനെ അടുപ്പുണ്ടാക്കുക. ഇത് എല്ലാവരുടെ വീട്ടിലും പുറത്തൊരു അടുപ്പുണ്ടാവുന്നതാണ്. ഇത് നിന്നിട്ട് നമുക്ക് സൗകര്യത്തിൽ കത്തിക്കാം. ഇതിൻ്റെ അടിയിൽ വിറക് വെക്കാം, ഒരു ചിലവുമില്ല. നമുക്ക് ഒരു ദിവസത്തെ പണി അറിയാത്തവർക്ക്, പെട്ടെന്ന് അറിയണവർക്ക് കുറച്ച് നേരത്തെ പണിയേ ഉള്ളൂ. അടിയിൽ വിറകിട്ട് കൊടുക്കാനുള്ള സൗകര്യം. പിന്നെ 4 വശത്തും എന്തെങ്കിലും വെച്ച് അടയ്ക്കുകയാണെങ്കിൽ വിറകിടുമ്പോൾ മഴ പെയ്താൽ ചാറ്റിലൊന്നും അടിക്കില്ല, നല്ല നനയാതെ നല്ല പോലെ ഇരിക്കും. ഇനി ഇത് ഈ അടുപ്പിന് ഇത് ഞങ്ങൾ ചെയ്ത് നോക്കിയതാണ്. ഇതിപ്പോൾ ചെയ്തപ്പോൾ നല്ലതുപോലെ വന്നു. ഇനിയിപ്പോൾ ഇത് വെണ്ടിക്കല്ലേ, ഇതൊക്കെ ഒന്ന് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നല്ല പൊടി മണ്ണ് കൊണ്ടാണ് തേക്കുക. ഇത് ചെതലിൻ്റെ പുറ്റിലുള്ള മണ്ണാണ്, ചെതപ്പുറ്റിൻ്റെ മണ്ണാണ്. അത് നല്ല ഇങ്ങനെ വെച്ചിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഈ വിണ്ടതൊക്കെ പോവുകയും ചെയ്യും. ഈ കല്ലിൻ്റെ അവിടെയൊക്കെ വിണ്ടിക്കണതുണ്ടല്ലേ, അതൊക്കെ നമുക്ക് ഈ മണ്ണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ തേമ്പുമ്പോൾ ഈ കല്ലൊക്കെ ഒന്ന് നന്നായിട്ട് തേമ്പി പിടിപ്പിക്കുക. ഞങ്ങളുടെ വീട്ടുകളുടെ അടുത്തൊക്കെ എല്ലാവരുടെ വീട്ടിലും ഇതേപോലത്തെ ഒരു അടുപ്പുണ്ടാവും. പുറത്ത് സാധാ ഒരു അടുപ്പുണ്ടാവും. ആ അടുപ്പ് നിലത്തിരുന്നിട്ട് കത്തിക്കണവരും ഉണ്ട്. പിന്നെ മറ്റേ സാധാ ഇതിൽ ഇതേപോലെ കത്തിക്കണതുണ്ട്. പക്ഷെ ഇതേപോലെ അല്ല അടുപ്പ് മണ്ണൊക്കെ ഇട്ട് പടുത്തുയർത്തിയിട്ട് മണ്ണിട്ട് തൂർത്തിട്ട് അതിലൊരു അടുപ്പുണ്ടാക്കണവരും ഉണ്ട്. അങ്ങനെ ചെയ്യണവർക്ക് ഈ അടുപ്പ് വലിയ ഒരു സഹായമാവും, നല്ല സൗകര്യമാവും. എല്ലാം കത്തിക്കാൻ, ചപ്പുകളും എല്ലാം ഇത് അടുപ്പിലിട്ട് കത്തിക്കാം. അങ്ങനെയുള്ള അടുപ്പാണ് ഇത്. നമ്മൾ നല്ലതുപോലെ ചെയ്യുകയാണെങ്കിൽ ചോറും കൂട്ടാനും ഒക്കെ വെക്കാം. ചിലവർ ഷെഡ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ അടുപ്പ് വെച്ചിട്ടുണ്ടാവും, അവർക്കും ഇത് പറ്റും.
കമ്പിവേലി കെട്ടുന്ന കാലുണ്ടായിരുന്നു. അത് 2 കാല് 4ആയിട്ട് മുറിച്ചതാ. അപ്പോൾ അത് നാട്ടിയിട്ട് പിന്നെ 2 ഇപ്പുറത്തൊരു കമ്പ് അപ്പുറത്തൊരു കമ്പ് അതും കൊടുത്തിട്ട് അതിലൊരു കമ്പിയും ഇത് 4 കാലും പിന്നെ അപ്പുറത്തൊരു കമ്പ് ഇപ്പുറത്ത് ഒരു കമ്പ് ഇതേപോലെ അപ്പുറത്തും ഒരു കമ്പുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കമ്പി പൈപ്പ് കമ്പി അത് ഇട്ട് പിന്നെ തോട്ടിമുള മുറിച്ചതാണ് പിന്നെ ബലങ്കന വെച്ചിരിക്കുന്നത്. അത് വെച്ച് നന്നായിട്ട് കെട്ടിയിട്ട് ഇതിൻ്റെ മേലെ ഒരു തകരത്തിൻ്റെ സീറ്റ് ഉണ്ടായിരുന്നു. മറ്റേ സീറ്റ് ഇടുന്നതിൻ്റെ ഒരു കഷ്ണം ആ സീറ്റ് വെച്ച് അതിൽ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ കല്ലുകൾ സൈഡുകളിൽ വെച്ചിട്ട് മണ്ണിട്ടാണ് ഇത് തൂർത്തത്. ഒരു 1/2 അടി ഉയരത്തിൽ. ഇതെന്തിനാ മണ്ണിട്ട് തൂർത്ത് പറഞ്ഞാൽ നമ്മൾ ഈ കത്തിക്കുമ്പോൾ അടിയിലുള്ള തകരം ദ്രവീപിക്കാതിരിക്കാനാണ് മണ്ണിട്ടത്. അതില്ലെങ്കിൽ അത് ദ്രവിച്ചിട്ട് വേഗം കേടൊന്നു പോവില്ല. അതുകൊണ്ട് ഇത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക.